ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അത്. ഫാഫ പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ? മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ഒരു സവിശേഷ അവസ്ഥയാണിത്. പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയും സ്വഭാവ നിയന്ത്രണത്തെയുമാണ് ഇത് ബാധിക്കുന്നത്. ADHD ഉള്ളവരിൽ പ്രധാനമായും 3 തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണാറുള്ളത്. ഒന്നാമത്തതാണ് ശ്രദ്ധക്കുറവ്. ഒരു കാര്യത്തിൽ കൂടുതൽ സമയം ശ്രദ്ധിക്കാൻ ഇവർക്ക് കഴിയാറില്ല. സാധനങ്ങൾ മറന്നു പോവുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുക, നിർദ്ദേശങ്ങൾ പാലിക്കാൻ പ്രയാസം നേരിടുക തുടങ്ങിയതൊക്കെ ഇതിന്റെ ഭാഗമാണ്. മറ്റൊന്നാണ് അമിത ചടുലത അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി. ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയാത്ത അവസ്ഥ, എപ്പോഴും ഓടി നടക്കുകയോ കൈകാലുകൾ ഇളക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്യുക. അടുത്തതാണ് എടുത്തുചാട്ടം. ആലോചിക്കാതെ പ്രവർത്തിക്കുക, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുക, ഊഴം കാത്തു നിൽക്കാൻ കഴിയാതെ വരിക. ഇതൊക്കെ ADHDയുടെ ഭാഗമായിട്ട് സംഭവിക്കാവുന്നതാണ്. പക്ഷെ ADHD ഉള്ളവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നത് ഒരു തെറ്റായ ധാരണയാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ, ഇഷ്ടമുള്ള ഗെയിമുകൾ, ഇതിലൊക്കെ മണിക്കൂറുകളോളം മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ ഇതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഇതിനെയാണ് ഹൈപ്പർ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ADHD ഒരു മാനസിക രോഗമൊന്നും അല്ല കേട്ടോ, മറിച്ച് മസ്തിഷ്കത്തിലെ ഡോപ്പമൈൻ പോലുള്ള രാസവസ്തുക്കളുടെ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. അതിന് പരിഹാര മാർഗങ്ങളും ഉണ്ട്. ഇത്തരത്തിൽ മറ്റേതെങ്കിലും ടോപ്പിക്സ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീണ്ടും കാണാം.